ക്രിസ്ത്യാനികൾക്ക് ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ നൽകണം എന്നതുൾപ്പെടെ സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ ജെ.ബി. കോശി കമ്മീഷൻ ശുപാർശകൾ പുറത്ത്. ശുപാർശകളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ 6 ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും വിതരണം ചെയ്യണമെന്നും ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ ക്രൈസ്തവർക്കായി കേരള സ്റ്റേറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിക്കണം എന്നതും ഉൾപ്പെടെയുള്ള സുപ്രധാന നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ, ന്യൂനപക്ഷ ക്ഷേമ സമിതികൾ തുടങ്ങിയവയുടെയും ഭരണനിർവഹണത്തിൽ ക്രൈസ്തവർക്ക് ആനുപാതിക പ്രാതിനിധ്യം നൽകണം. പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തന പ്രവർത്തനത്തിന് വിധേയരാക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് സംവിധാനം ജാഗ്രത പുലർത്തേണ്ടതാണ്. അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയുവാനും അങ്ങനെ ചെയ്യുന്നവർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിക്കാനും പോലീസിന് കർശന നിർദ്ദേശങ്ങൾ നൽകണമെന്നും ജെ.ബി. കോശി കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. എയ്ഡഡ് മേഖലയിലെ എല്ലാ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി ക്വോട്ട 20% അനുവദിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം. ക്രൈസ്തവ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, നേതൃത്വത്തെ അവഹേളിക്കുന്ന ചലച്ചിത്രങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, ചിത്രങ്ങൾ, എഴുത്തുകൾ എന്നിവയ്ക്കെതിരെ രേഖാമൂലം പരാതി നൽകിയാൽ അത് സംബന്ധിച്ച് സത്വര നിയമ നടപടികൾ സർക്കാർ ഉറപ്പുവരുത്തണം എന്നതുൾപ്പെടെ ആകെ 284ഓളം ശുപാർശകളാണ് ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ വിവിധ സർക്കാർ വകുപ്പുകൾക്കായി സമർപ്പിച്ചിരിക്കുന്നത്.